നിയമസഭയുടെ പുതിയ സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 പേർ ഇക്കുറി മത്സര രംഗത്തുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ. UDF-ൽ നിന്നുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പുറമെ LDF-ൽ നിന്ന് AC മൊയ്തീനും BJP-യിൽ നിന്ന് ബിബി ഗോപകുമാറും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. 102 MLA-മാർ ഉള്ളതിനാൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെടും. സെയ്ഫ് സൈനുൽ അബ്ദീൻ ചേരുകയാണ് വിവരങ്ങളുമായി. സെയ്ഫ്, അപ്പോൾ നാളെ സ്പീക്കർ കസേരയിലേക്ക് തിരുവഞ്ചൂരിനെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് കൊണ്ടുവന്നിരുത്തുന്ന ഒരു മുഹൂർത്തമുണ്ട്. അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ സഭയുടെ നാഥനായി എത്തുമ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകൾ നമുക്ക് കാണാനാകും സെയ്ഫ്? അതോടൊപ്പം തന്നെ ഈ മത്സരം എന്ന് പറയുന്നത് പേരിന് മാത്രമുള്ളൊരു മത്സരമാണ്. മഹേഷ്, പേരിന് മാത്രമുള്ള മത്സരമാണെങ്കിലും കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മത്സരം നടക്കുന്നത്. നമ്മൾ കേരള നിയമസഭ രൂപീകൃതമായ ശേഷം ഇതുവരെ ഉള്ള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ 2 മുന്നണികൾ മാത്രമാണ് മത്സരിച്ചിട്ടുള്ളത്. LDF അധികാരത്തിൽ വരുമ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ UDF-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കും. UDF-ന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ LDF-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കും. ആ കാഴ്ചയാണ് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്കിൽ ആ കാഴ്ചയിൽ ഒരു മാറ്റം വരികയാണ്. മൂന്നാമതൊരാൾ കൂടി വരികയാണ്. 3 പേരുമായിട്ട് BJP വരുമ്പോൾ അവർ മത്സര രംഗത്തേക്ക് വരാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നു. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 102 പേരുമായിട്ടാണ് UDF നിയമസഭയിലുള്ളത്. പക്ഷേ ഒരു അപൂർവ സന്ദർഭത്തിനാണ് നാളെ കേരളത്തിന്റെ നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പ് അത് വേഗത്തിൽ നടക്കും. ഒരു അരമണിക്കൂറുള്ള പ്രോസസ്സ് മാത്രമേ ഉണ്ടാവൂ. വോട്ടിംഗ്, അതിന്റെ ക്രമീകരണങ്ങൾ, വോട്ടെണ്ണൽ, അത് അരമണിക്കൂറോ 3/4 മണിക്കൂറോ, പിന്നെ വോട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എണ്ണുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തായാലും അത് നീണ്ട് പോകില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നിട്ട് ഇവരെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളെ സ്പീക്കർ കസേരയിലേക്ക് കൊണ്ടുപോകും. പ്രോട്ടേം സ്പീക്കറാണ് അതുവരെ സഭ നിയന്ത്രിക്കുന്നത്. സ്പീക്കർ കസേരയിലേക്ക് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും കൊണ്ടുപോയി അവിടെ സഭയിൽ സ്പീക്കറുടെ കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തി അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. നാളെ ഇനി 3 പേർ മത്സരിക്കുന്നത് കൊണ്ട് അതിനകത്ത് വ്യത്യാസമുണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം നിയമസഭാ കക്ഷി നേതാവായി V മുരളീധരനെ BJP തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സഭയുടെ ചട്ടത്തിനനുസരിച്ച് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ? 2 പേർ എന്നുള്ളത് 3 പേരായി മാറുമോ എന്നുള്ള ചോദ്യമെല്ലാം നിലനിൽക്കുകയാണ്. എന്തായാലും നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു അസാധാരണ സംഭവത്തിനാണ് നാളെ സാക്ഷ്യം വഹിക്കുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഹേഷ്, ശരി. അപ്പോൾ നാളെ എപ്പോഴാണ് സെയ്ഫ് നടപടിക്രമങ്ങൾ തുടങ്ങുന്നത്? വോട്ടിംഗ് ഏറെ സമയമെടുക്കുന്നതാണോ, അതല്ല വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതാണോ? രാവിലെ 9 മണിയോട് കൂടിയാണ് സഭാ നടപടികൾ ആരംഭിക്കുന്നത്. സഭാ നടപടികൾ ആരംഭിച്ചാൽ വോട്ട് ചെയ്യുക, പിന്നീട് വോട്ട് എണ്ണുക എന്ന ഒരു 10 മണിയോട് കൂടി അതിൻ്റെ ഒരു സാധാരണഗതിയിൽ ഒരു മണിക്കൂർ കൊണ്ട് അത് പ്രോസസ്സ് തീർന്ന് വോട്ടെണ്ണി അത് പ്രഖ്യാപിക്കും. പ്രോട്ടേം സ്പീക്കർ അത് പ്രഖ്യാപിക്കും. അത് 10 മണിയോട് കൂടി തന്നെ 1 മണിക്കൂറിനപ്പുറം എന്തായാലും നീണ്ടുപോകില്ല. 10 മണിയോട് കൂടി കേരളത്തിന്റെ അടുത്ത സ്പീക്കറായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരും. പിന്നെ മഹേഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരുമ്പോൾ എന്താണ് പ്രത്യേകത എന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. സഭാ ചട്ടങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളാണ്. ഈ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് BJP-യുടെ 3 അംഗങ്ങൾ ആദ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുതിർന്ന നേതാവ് തന്നെ സഭയെ നിയന്ത്രിക്കാൻ വേണം എന്നുള്ളതാണ് UDF എടുത്ത തീരുമാനം. കാരണം എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് അവർ സഭയിൽ വരുന്നത്. ഇതുവരെ O രാജഗോപാലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും സഭയിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ 3 പേർ വന്നു കയറുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, കേരള നിയമസഭയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല. എന്തായാലും ചട്ടങ്ങൾ അറിയാവുന്ന ഒരാൾ തന്നെ വേണം. ചട്ടങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചട്ടങ്ങൾ അറിയുന്ന ഒരാൾ തന്നെ വേണം എന്ന് UDF തന്നെ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്പീക്കറാകട്ടെ എന്ന് തീരുമാനിച്ചത്. ചട്ടങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുള്ള ആളാണ്. വർഷങ്ങളായിട്ട് നിയമസഭയിൽ ഉള്ള ആളാണ്. നിയമസഭ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൗതുകരമായി നോക്കിക്കാണുന്ന ചില കാര്യങ്ങളുണ്ട്. സഭയിൽ എല്ലാവർക്കും, ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എല്ലാവർക്കും വഴങ്ങില്ല. അങ്ങനെ അത് പ്രതിപക്ഷ നേതാവ് എണീറ്റാൽ വഴങ്ങും. മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തലയോ തിരുവഞ്ചൂരോ ഒക്കെ എണീറ്റാൽ വഴങ്ങും. അത് ഏറ്റവും കൂടുതൽ വഴങ്ങിയിട്ടുള്ളത്, പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വഴങ്ങിയിട്ടുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്നാണ് സഭ റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും കരുതലോടുകൂടി അല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം അത് സഭയിൽ വരും. പക്ഷെ നീതിയുടെ തുലാസിൽ വെച്ചായിരിക്കും സഭയെ ഞാൻ നിയന്ത്രിക്കുക എന്നാണ് അല്പ ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ തിരുവഞ്ചൂർ പ്രതികരിച്ചത്.